ആരാണ് ഉമർ എന്നറിയുമോ? ഈത്തപ്പനയോലയിൽ കിടന്നിട്ടൊരു ദിവസം ഈ ഹബീബിന്റെ മേനിയിൽ പരുപരുത്ത പാട് വന്നപ്പോൾ ചെന്ന് തലോടിക്കൊടുത്തുകൊണ്ട് രണ്ട് കണ്ണിലും വെള്ളം നിറച്ചുകൊണ്ടാണ് ഈ ഉമർ പറഞ്ഞത്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അങ്ങയുടെ പൂമേനിയിൽ ഈത്തപ്പനയുടെ പാടോ, ഈത്തപ്പനയോലയുടെ അടയാളം പതിഞ്ഞിരിക്കുകയാണ്. കിസ്റയും കൈസറും സിംഹാസനങ്ങളിൽ പൂമെത്തകളിൽ കിടന്നുറങ്ങുമ്പോൾ ഈ പ്രപഞ്ചത്തിന്റെ സുൽത്താനായ റസൂലേ, അങ്ങേക്ക് ഈ ഗതിയോ എന്ന് ചോദിച്ച പാടേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പെട്ടെന്ന് ചോദിക്കുകയാണ്, ഉമറേ, അവരുടെ സുഖം ദുനിയാവിൽ മാത്രമാണ്, അവർക്ക് നാളെ പരലോകത്തൊന്നുമില്ല, എനിക്കാകട്ടെ അല്ലാഹു പരലോകത്ത് അനുഗ്രഹങ്ങൾ ഒരുക്കി വെച്ചിരിക്കുകയാണ്. അതുപോലെ ഉമറേ, നിങ്ങൾക്ക് തൃപ്തിപ്പെട്ടുകൂടെ ഉമറേ? ഈ ഈത്തപ്പനയോലയിൽ കിടന്ന നിങ്ങളുടെ മുഹമ്മദ് നാളെ പരലോകത്ത് ഏറ്റവും വലിയ സീറ്റിലിരിക്കുമ്പോൾ നിങ്ങൾക്കതിനേക്കാൾ വലിയത് എന്ത് വേണം ഉമറേ എന്ന് ചോദിച്ചപ്പോൾ മഴയത്ത് വെയിലറിച്ച പോലെ, അല്ലെങ്കിൽ വെയിലത്ത് മഴ പെയ്ത പോലെ ഉമർ റളിയല്ലാഹു അൻഹു കണ്ണീരിന്റെ ഇടയിലൂടെ പുഞ്ചിരിച്ചുപോയി. എന്റെ ഹബീബിന് നാളെ പരലോകത്ത് എത്ര വലിയ പദവി കിട്ടും, അത് കണ്ടാസ്വദിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് താ റബ്ബേ എന്ന് ഉമർ റളിയല്ലാഹു അൻഹു പ്രാർത്ഥിച്ചുപോയി.